ഇത് റിട്ടയർഡ് DGP ശൈലേന്ദ്ര ബാബു. വിസാറിന് സിനിമ കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതുപോലത്തെ സിനിമകൾ പോലീസിനെ ഡീമോറലൈസ് ചെയ്യുമത്രേ. അങ്ങനെ ഡീമോറലൈസ് ചെയ്യപ്പെട്ട പോലീസുകാർ നന്നായി ജോലി ചെയ്യില്ലത്രേ. ഇത് കാണുന്ന കുട്ടികൾ കരുതും പോലീസുകാരെല്ലാം പെരുമാറുന്നത് ഇങ്ങനെയാണെന്ന്. അവസാനമായിട്ട് ഇങ്ങനെയൊന്നും ഒരിടത്തും നടക്കുന്നില്ല എന്നൊരു ഡയലോഗ്. ഈ വാർത്ത റീസെൻ്റ്ലി തമിഴ്നാട്ടിൽ നടന്ന ഒരു കസ്റ്റോഡിയൽ ഡെത്തിൻ്റെയാണ്. മോഷണം ആരോപിച്ചാണ് അജിത് കുമാർ എന്ന മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സസ്പെക്റ്റായി അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അയാൾ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമാണ്. അയാളുടെ പുറത്തു വന്ന ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യങ്ങളുമാണ്. ഈ കേസ് ജയരാജ് മകൻ ബെന്നിക്സ്, ഇത് ചിലപ്പോൾ നിങ്ങൾ മറന്നിട്ടുണ്ടാവും. ലോക്ക്ഡൗൺ സമയത്തുണ്ടായതാണ്. കേട്ടാൽ നമുക്ക് പേടിയാകുന്ന രീതിയിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട അച്ഛനും മകനും. കേസ് എന്താണെന്നറിയാവോ? ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻ പാലിച്ചില്ല എന്നത്. 2022 മുതൽ 2025 വരെ തമിഴ്നാട്ടിൽ മാത്രം നടന്ന കസ്റ്റോഡിയൽ ഡെത്ത് 25 എണ്ണമാണ്. ജയരാജ് മെന്നിക്സ് കേസ് അത്രയും കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ടാണ് അവരിപ്പോഴും ജയിലിൽ കിടക്കുന്നത്. ആക്ഷൻ എടുക്കുന്നതുകൊണ്ട് എല്ലാം ശരിയാകുമെന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വീണ്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ കസ്റ്റോഡിയൽ ഡെത്ത്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ മരണങ്ങളിൽ പെടുന്നവർ അത്രയും ഒന്നുകിൽ സാമ്പത്തികമായി അല്ലെങ്കിൽ സാമൂഹികമായി പിന്നോട്ട് നിൽക്കുന്ന മനുഷ്യർ മാത്രമാണ്. പോലീസിന്റെ ബ്രൂട്ടാലിറ്റി എല്ലാം റൊമാൻറ്റിസൈസ് ചെയ്ത് പടമെടുത്ത് അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരും ഇതിന് ഉത്തരവാദികൾ തന്നെയാണ്. പോലീസല്ലേ ഒന്ന് രണ്ടും പൊട്ടിക്കുകയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ആൾക്കാരും ഇതിന് ഉത്തരവാദികളാണ്. ഇപ്പോൾ റോന്ത് എന്നൊരു സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, പോലീസിനെ നാട്ടുകാർക്ക് ബഹുമാനമുള്ളത് പേടിയുള്ളത് കൊണ്ടാണെന്ന്. എന്താണ് ആ പേടി? ഇത് തന്നെയാണ് ആ പേടി. ഇങ്ങനെ പോലീസ് ബ്രൂട്ടാലിറ്റി എല്ലാം റൊമാൻറ്റിസൈസ് ചെയ്യുന്നൊരു നാട്ടിലിരുന്നിട്ടാണ് ശൈലേന്ദ്ര ബാബു IPS പറയുന്നത് വിസാറിനെ പോലത്തെ പടങ്ങളിൽ കാണിക്കുന്നതൊന്നും ഒരിടത്തും നടക്കുന്നില്ല എന്ന്.